മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനാനുമതി ആവശ്യത്തിൽ ഇടക്കാല ഉത്തരവ് തിങ്കളാഴ്ച. സർക്കാരിൻ്റെ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ നടപടി. നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരായ അപ്പീലിൽ വിശദവാദം പിന്നീട്. കമ്മീഷൻ അടക്കം മുനമ്പം വിഷയത്തിൽ പഠനത്തിനായി ഏർപ്പെടുത്തിയ കാര്യങ്ങളെ സംബന്ധിച്ചും സർക്കാർ ഹൈക്കോടതിയെ ധരിപ്പിച്ചിരുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ കോടതി വിശദവാദം കേൾക്കാനും അതിൻ്റെ അപ്പീലിന്മേൽ വിശദവാദം പിന്നീട് കേൾക്കുന്നത്. ഒപ്പം ഈ വിഷയത്തിൽ തിങ്കളാഴ്ച ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും എന്നാണ് കോടതിയിൽ നിന്ന് അറിയാനാകുന്നത്. ഇതിൻ്റെ വിവരങ്ങളുമായി ഉമേഷ്, ഞങ്ങളുടെ പ്രതിനിധി, ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ഉമേഷ്, മുനമ്പം ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരമുണ്ട്, സാലി മുഹമ്മദ് ചേരുകയാണ്. സർക്കാരിന് അധികാരമുണ്ട് എന്നതടക്കമുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ, ഇതിൽ ഇടക്കാല ഉത്തരവ് വരുന്നു. എന്തൊക്കെയാണ് ഇന്ന് നടന്നത്? അതായത് ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നാണ് ഏറ്റവും അത്യാവശ്യമായ ഒരു പ്രയറായിട്ട് ഡിവിഷൻ ബെഞ്ചിൽ സർക്കാർ ഉന്നയിച്ചത്. അതായത് ഈ കമ്മീഷന്റെ പ്രവർത്തനം റദ്ദാക്കുന്നതായിരുന്നു സിംഗിൾ ബെഞ്ച്. അത് സ്റ്റേ ചെയ്ത് തുടരാൻ അനുവദിക്കണം എന്നുള്ളതായിരുന്നു. അതിൽ തിങ്കളാഴ്ച ഇടക്കാല ഉത്തരവ് പറയാം എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദമായ വാദം തന്നെ ഈ 2 ദിവസങ്ങളിലായി നടന്നു. അതായത് സർക്കാരിന്റെ അപ്പീലിൽ ഒരു ഇടക്കാല ഉത്തരവ് തിങ്കളാഴ്ച പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാർ പറഞ്ഞത് മുൻപത്തെ പ്രശ്നപരിഹാരത്തിന് പോംവഴികളുണ്ട്, അതിനുള്ള നടപടികൾ സർക്കാർ ആരംഭിക്കും, ആവശ്യമെങ്കിൽ നിയമനിർമ്മാണത്തിലേക്ക് സർക്കാർ പോകും, മുൻപത്ത് ഭൂമി ഏറ്റെടുക്കാനും സർക്കാരിന് അധികാരമുണ്ട് എന്ന് തന്നെയാണ് സർക്കാരിന്റെ വാദം. അതുകൊണ്ട് തന്നെ സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത്. അപ്പൊ അത് ആ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനത്തെ തടഞ്ഞ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കി തുടരാൻ അനുവദിക്കണം എന്നുള്ളതായിരുന്നു. അപ്പൊ ഏറ്റവും അടിയന്തരമായി ആവശ്യപ്പെട്ടത് ഉടൻ തന്നെ ഇതിന് സിംഗിൾ ബെഞ്ച് ഉത്തരവിന് ഒരു സ്റ്റേ അനുവദിക്കണം. ഇനി കമ്മീഷന്റെ പ്രവർത്തനം തുടരട്ടെ. കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കുകയാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് നടപടി സ്വീകരിക്കും. എങ്കിലും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ അന്തിമ ഉത്തരവിന് വിധേയമായി മാത്രമേ സർക്കാർ അക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ. എങ്കിലും അന്തിമ ഉത്തരവ് വരുന്നത് വരെയെങ്കിലും ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനത്തിന് അനുമതി നൽകണം എന്നുള്ളതാണ് സർക്കാരിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രയർ. അതിൽ ഒരു ഇടക്കാല ഉത്തരവ് തിങ്കളാഴ്ച പറയാം എന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളിൽ വിശദമായ വാദം പിന്നീട് നടക്കും. അതായത് ഈ മുനമ്പത്തെ ജനങ്ങളെ സംബന്ധിച്ച് അവർ നിരാശരാകേണ്ടി വരില്ല, സംസ്ഥാന സർക്കാർ ഒപ്പമുണ്ട് എന്ന വാക്കുകൾ ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിൻ്റെ ആ നിലപാടുകൾക്ക് അനുഗുണമായ ചില സാഹചര്യങ്ങൾ നിയമപരമായി രൂപപ്പെടുന്നു എന്ന് ഈ ഘട്ടത്തിൽ നിരീക്ഷിക്കാനാകുമോ സാലി? അത് ഉത്തരവ് പറഞ്ഞാൽ ഉത്തരവ് വന്നാൽ മാത്രമേ അത് പറയാൻ പറ്റൂ. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയാണെങ്കിൽ സർക്കാരിന്റെ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല. സർക്കാർ ആ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിച്ചത്. സിംഗിൾ ബെഞ്ചിന്റെ നിലപാട്, അതായത് റദ്ദാക്കിയ നടപടി ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയാണെങ്കിൽ പ്രതിസന്ധിയാവും. ഇനി അത് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ കമ്മീഷന്റെ പ്രവർത്തനം തുടരാവുന്ന സാഹചര്യം വരും. അപ്പോൾ സർക്കാരിന്റെ പ്രശ്നം പരിഹരിക്കാൻ എളുപ്പമാവും എന്ന് ഇപ്പൊ പറയാൻ പറ്റൂ. പക്ഷെ ഏതെങ്കിലും ഒരു അനുകൂല തീരുമാനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു ഇടക്കാല ഉത്തരവ് തിങ്കളാഴ്ച പറയാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.